ഹലോ, വെൽക്കം ടു മൈ വ്ലോഗ്. വെൽക്കം ടു എ ഡേ ഇൻ മൈ ലൈഫ്. ഞാൻ ഇതുവരെ വീഡിയോസ് ഒന്നും ഇട്ടിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ഷൂട്ട് ചെയ്യാമെന്ന്. രാവിലെ എനിക്ക് ഓഫീസിൽ വരേണ്ട ആവശ്യമുണ്ടായിരുന്നു. അതൊന്നും എടുക്കാൻ പറ്റിയില്ല. അത് കഴിഞ്ഞ് ഞാൻ ഫുഡ് കഴിക്കാൻ കയറിയപ്പോഴാണ് എന്നാൽ അത് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. അങ്ങനെ രാവിലെ ഞാൻ 2 ഇഡ്ഡലിയും ചട്നിയുമാണ് ഓർഡർ ചെയ്തത്. അതൊക്കെ കഴിച്ച് ഒരു ഗ്രേപ്പ് ജ്യൂസും കുടിച്ചു. വയറൊക്കെ ഒന്ന് നിറച്ചിട്ട് ഞാൻ വീട്ടിലേക്ക് പോയി. ബസ്സിലാണ് വീട്ടിലേക്ക് പോയത്. 11:30 ആയപ്പോൾ 11:30-12 മണിയൊക്കെ ആയ സമയത്താണ്. എന്നാലും റോഡിൽ നല്ല തിരക്കുണ്ടാവും. അത് കഴിഞ്ഞ് വീട്ടിലേക്ക് കുറച്ച് നടക്കാനുണ്ട് ബസ് സ്റ്റാൻഡിൽ നിന്ന്. ഞാൻ കുറച്ച് നടന്ന് വീട്ടിലേക്ക് പോയി. കുറേ അധികം ദിവസം ഇങ്ങനെ നടന്ന് വെയിലത്തൂടെയൊക്കെ നടന്നിട്ട് അപ്പോൾ ഞാൻ പെട്ടെന്ന് ടയേർഡായി. വീട്ടിൽ വന്ന് കയറിയ പാടെ തന്നെ ഒന്ന് ഫ്രഷ് ആവാനുള്ള മൈൻഡായിരുന്നു. അപ്പോൾ ഞാൻ വന്ന് കയറി ഉടനെ ഫ്രഷായി ഒന്ന് കുളിച്ചു. അത് കഴിയുമ്പോഴത്തേക്കും ചെറുതായിട്ട് എന്തെങ്കിലും ഒന്ന് സ്നാക്ക് ചെയ്യാൻ പോലെ തോന്നിയിട്ട് ഫ്രിഡ്ജിൽ നോക്കുമ്പോൾ മുന്തിരി ഇരിപ്പുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അത് കഴിച്ചു കുറച്ച് നേരം. പിന്നെ കുറച്ച് ഗ്രേപ്പ് കഴിച്ചിട്ടാവാം. ഈ ബുക്ക് ഞാൻ ഇന്നലെയാണ് വായിക്കാൻ സ്റ്റാർട്ട് ചെയ്തത്. ഒറ്റ ദിവസം കൊണ്ട് ഞാൻ ഈ ബുക്കിന് ഇത്രയും വായിച്ചു. അപ്പോൾ മനസ്സിലാവും നിങ്ങൾക്ക് ഇത് എത്രമാത്രം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ബുക്കാണ്. ഇതിൻ്റെ പേജ് മറിയുന്നതേ നമ്മൾ അറിയില്ല. അതുപോലെ ഒരു ബുക്കാണിത്, ഹോണ്ടിങ് എഡലൈൻ. അപ്പോൾ ഇതാർക്കെങ്കിലും വായിക്കണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. അത് കഴിഞ്ഞിട്ട് എനിക്ക് മിന്ത്രയുടെ ഒരു പാക്കേജ് വന്നു. അങ്ങനെ ഞാൻ അത് വാങ്ങിയിട്ട് വന്നു. ഇങ്ങനത്തെ എന്തെങ്കിലും പ്രോഡക്റ്റൊക്കെ വന്നാൽ എനിക്ക് അപ്പം തന്നെ ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഞാനത് അപ്പം തന്നെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് പിന്നെ ഞാൻ ഉറങ്ങി എഴുന്നേറ്റപ്പോഴത്തേക്കും വൈകിട്ടായി. 4:30 സമയം. അപ്പോഴത്തേക്കും മഴയൊക്കെ പെയ്യുന്നുണ്ടായിരുന്നു. നല്ല ക്ലൗഡി ആയിരുന്നു. പിന്നെ അത് കാണുമ്പോൾ എനിക്ക് പിന്നെ ഒരു ചായ കുടിക്കാൻ തോന്നും. പിന്നെ പെട്ടെന്ന് ഞാൻ ഒരിത്തിരി ചായ ഇട്ടു. വൈബൊക്കെ ആസ്വദിച്ച് കുറച്ച് നേരം ഇങ്ങനെ ചായയൊക്കെ കുടിച്ച് ബാൽക്കണിയിൽ നിന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഫ്രണ്ട്സ് എല്ലാവരും വന്നു. ഒരു രാത്രി കുറേ നേരം നമ്മൾ വീട്ടിലിരുന്നിട്ട് പിന്നെ ഫുഡ് കഴിക്കാനായിട്ട് ഇറങ്ങി. തനൂരാണ് ഫുഡ് കഴിക്കാൻ വന്നത്. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞ് ഫുഡ് വന്നു. നമ്മൾ ഷവായി ഹാഫ് ഷവായി ഹാഫ് അൽഫാം പൊറോട്ട ഒക്കെയാണ് എല്ലാവരും ഓർഡർ ചെയ്തത്. എനിക്ക് റൈസ് കഴിക്കാനുള്ള ഒരു മൈൻഡ് ആയതുകൊണ്ട് റൈസും ദാലുമാണ് ഞാൻ ഓർഡർ ചെയ്തത്. പിന്നെ ഒരു പീസ് ചിക്കനും എടുത്തിട്ട് അതാണ് കഴിച്ചത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ഫ്രണ്ട് വരുന്നുണ്ടായിരുന്നു. അവൾ ഇന്ന് നാട്ടിലേക്ക് പോവാണ്. അവൾക്ക് ബസ് ക്യാൻസലായിപ്പോയി. അപ്പോൾ നമുക്കത് റീസ്കെഡ്യൂൾ ചെയ്തു. 12:45 എന്തോ ആണ് ബസ്സുള്ളത്. അപ്പോൾ അവൾ വീട്ടിൽ വന്നിരിക്കാം. വീടിനടുത്താണ് ബസ് സ്റ്റോപ്പ്. അത് കഴിയുമ്പോഴത്തേക്കും സമയമാകുമ്പോൾ അങ്ങോട്ടേക്ക് അവളെ ആക്കിയാൽ മതിയല്ലോ എന്ന് വെച്ചിട്ട് അവൾ ക്യാബിൽ വന്ന് നിറയെ ലഗേജൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ മേലെ പോയി ഒരു ഫോട്ടോ ഒക്കെ എടുത്തു. അപ്പോൾ അവൾ ഇന്ന് ബാംഗ്ലൂരിൽ നിന്ന് നിർത്തി പോവാണ്. അപ്പോൾ ഒരുപാട് ലഗേജൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളൊരു 11:15 ആയപ്പോൾ തന്നെ ഇനി അടുത്ത ബസ് മിസ്സാവണ്ടെന്ന് വെച്ചിട്ട് നമ്മൾ 2 ബൈക്കിലായിട്ട് അവളെ കൊണ്ടുവിട്ടു. ലഗേജൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് 2 ഇതിലും വെച്ചിട്ട് നമ്മൾ പോയി. കുറച്ച് നേരത്തെ എത്തിയതുകൊണ്ട് നമ്മൾ കുറച്ച് നേരം നിൽക്കേണ്ടി വന്നു വെയിറ്റ് ചെയ്ത്. പിന്നെ നമ്മൾ കുറച്ച് നേരം സംസാരിച്ചൊക്കെ നിന്നു. അങ്ങനെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ബസ് വന്നു. അവളെ ഇങ്ങനെ ബസ് കയറ്റി. പിന്നെ ബസ് എടുക്കാൻ കുറച്ച് ടൈം എടുക്കുമെന്ന് പറഞ്ഞതുകൊണ്ട് നമ്മളങ്ങനെ എന്നാൽ തിരിച്ചു പോകാൻ നല്ല ലേറ്റായി. നാളെ എല്ലാവർക്കും ഓഫീസിൽ പോകണം എന്ന് വെച്ചിട്ട് ബൈയൊക്കെ പറഞ്ഞ് നമ്മൾ അവിടെ നിന്ന് പോന്നു.